നിങ്ങൾക്ക് ലൈഫ് സ്പാൻ കൂട്ടാനാണോ താല്പര്യം അതോ ഹെൽത്ത് സ്പാൻ കൂട്ടാനാണോ താല്പര്യം? ഒരുപക്ഷെ നിങ്ങളുടെ ചോദ്യം ഇത് തമ്മിൽ വ്യത്യാസം എന്താണെന്നുള്ളതായിരിക്കാം. ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര കാലം കൂടുതൽ ജീവിക്കുന്നു, ഹെൽത്ത് സ്പാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര കാലം കൂടുതൽ ആരോഗ്യത്തോടുകൂടി ജീവിക്കുന്നു എന്നുള്ളതാണ്. 1980കളിൽ നമ്മുടെ ആവറേജ് ലൈഫ് എക്സ്പെക്ടൻസി അല്ലെങ്കിൽ ശരാശരി ആയുസ് മനുഷ്യന്റെ ഇന്ത്യയിൽ 48 വയസ്സാണെങ്കിൽ ഇന്ന് അത് 71 വയസ്സായി കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ ശരാശരി ഒരു മനുഷ്യൻ ജീവിക്കുന്ന കാലം കൂടി, ലൈഫ് സ്പാൻ കൂടി ഓൾറെഡി. അതിന് നമ്മൾ നന്ദി പറയേണ്ടത് മെഡിക്കൽ സയൻസിനോടാണ്. വന്നിട്ടുള്ള ആധുനികമായിട്ടുള്ള പുതിയ ചികിത്സാ രീതികൾ, മരുന്നുകൾ, ഇതൊക്കെ നമ്മുടെ ആയുർദൈർഘ്യം കൂട്ടി. പക്ഷേ 70കളിലും 80കളിലും വന്നുകൊണ്ടിരുന്ന അസുഖങ്ങൾ ഇന്ന് 30കളിലും 40കളിലും വരുന്ന അവസ്ഥയുണ്ടായി. പിന്നീട് മരുന്നുകളുടെ എഫിഷ്യൻസി കൊണ്ടോ അല്ലെങ്കിൽ ചികിത്സാ രീതി കൊണ്ടോ നമ്മൾ നമ്മളുടെ മരണത്തെ കുറെ കാലം കൂടി എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് പറയാൻ പറ്റും. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇതിന് പകരം നമ്മൾക്ക് 70, 80, 90 വയസ്സ് വരെ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഹെൽത്ത് സ്പാൻ എന്ന് പറയും. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് ഈ ഹെൽത്ത് സ്പാൻ എങ്ങനെ കൂട്ടാം എന്നുള്ളതാണ്. 80ാമത്തെ വയസ്സിലും പൂർണ്ണമായ ആരോഗ്യത്തോടുകൂടി ഹയസ്റ്റ് പെർഫോമൻസ് അല്ലെങ്കിൽ പീക്ക് പെർഫോമൻസിൽ എങ്ങനെ നമുക്ക് ജീവിക്കാം? ഇന്ന് അതിന് പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ നമ്മളുടെ ചുറ്റുവട്ടത്തുണ്ട്. അതിന് പറ്റുന്ന രീതിയിലുള്ള സയൻസും ടെക്നോളജിയും ഒക്കെ അവൈലബിൾ ആണ്. ഇതൊക്കെ അവൈലബിൾ ആകുമ്പോൾ തന്നെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, സ്ലീപ്പിൽ ഒരിക്കലും നെഗോഷിയേറ്റ് ചെയ്യാതിരിക്കുക. ഹയസ്റ്റ് ക്വാളിറ്റി സ്ലീപ്പ് ഇതിന് വളരെ എസെൻഷ്യൽ ആണ്. സ്ലീപ്പ്, ഉറക്കം, ആ സമയത്താണ് നമ്മുടെ ബോഡി റിപ്പയർ ചെയ്യുന്നത്, റീകൂപ്പ് ചെയ്യുന്നത്. 2, ന്യൂട്രിയൻസ് അല്ലെങ്കിൽ ന്യൂട്രീഷൻ, നോ കോംപ്രമൈസ്. നമ്മൾക്ക് ആവശ്യമുള്ള മാക്രോ ന്യൂട്രിയൻസ്, മൈക്രോ ന്യൂട്രിയൻസ്, അതായത് പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, വൈറ്റമിൻസ്, മിനറൽസ്, ആന്റി ഓക്സിഡന്റ്, ഇതൊക്കെ നമ്മളുടെ ഭക്ഷണത്തിൽ കൂടെ കിട്ടണം. ഇല്ലെങ്കിൽ സപ്ലിമെന്റ് ചെയ്തേ മതിയാകൂ. അതിനൊന്നും കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. മൂവ്മെന്റ്, നമ്മളുടെ ശരീരം കണ്ടിന്യൂസ്ലി മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. മിനിമം ഒരു ദിവസം ഒരു 10,000 സ്റ്റെപ്പെങ്കിലും എൻഷുർ ചെയ്യുക. വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലത്, അറ്റ്ലീസ്റ്റ് മൂവ്മെന്റ്. ഈ 3 കാര്യങ്ങൾ നോൺ നെഗോഷ്യബിൾ ആണ്. എന്തിന്? ഹെൽത്ത് സ്പാൻ ഇൻക്രീസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ.